മരിച്ചുപോയി, മരിച്ചു, അത്രേ പറയാനുള്ളൂ. എത്ര പറഞ്ഞാലും ഒരു നിമിഷം എനിക്ക് തരാം നിങ്ങൾ. ഞാൻ ഈ പറയാൻ പോകുന്നത്, നിങ്ങൾ ഈ താഴെ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ അതുകൊണ്ട് ഒരു 40 വയസ്സിന്റെ മേലുള്ള ഒരു വ്യക്തി ടർഫിൽ കളിക്കാൻ സ്ഥിരമായിട്ട് പോകുന്ന ആഴ്ചയിൽ ഒരു ദിവസം എല്ലാവരുമായിട്ട് അവരുടെ ഫ്രണ്ട്സുമായിട്ട് കൂട്ടുകാരൊക്കെ ആയിട്ട് പോയി കളിക്കുന്ന ഒരു ടൈമിൽ അദ്ദേഹം പെട്ടെന്ന് കുഴഞ്ഞു വീണ് അദ്ദേഹം മരിച്ചു. അതായത് ഹോസ്പിറ്റലിലേക്ക് എത്തി, പക്ഷെ എന്നാൽ അദ്ദേഹത്തിന് തിരിച്ചു കിട്ടിയില്ല. ഞാനിത് പറയുന്നത് അതിൽ പ്രായം ഒന്നുമല്ല കേട്ടോ. ഇപ്പോൾ നമുക്കറിയാൻ പറ്റും ടർഫുകളിലും മൈതാനങ്ങളിലും ഇതുപോലുള്ള കളിസ്ഥലങ്ങളിലും അവിടെയും ഇവിടെയായിട്ട് കുഴഞ്ഞു വീണ് മനുഷ്യന്മാർ മരിക്കുകയാണ്. പല കാരണങ്ങളും ഉണ്ട് അതിന്റെ, ഇല്ലാന്നല്ല. പക്ഷെ നമ്മൾക്ക് സാധിക്കുന്നത്, ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ ഒരു ഡോക്ടർ പഠിക്കാത്ത അല്ലെങ്കിൽ ഡോക്ടർ അല്ലാത്തവന്മാരുടെ അടുത്താണ് അല്ലെങ്കിൽ അല്ലാത്തവരുടെ മുന്നിലാണ് ഇതുപോലെ സംഭവം കാണുന്നെങ്കിൽ നമുക്ക് ഫസ്റ്റ് എയ്ഡ് എന്താണ് ഫസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? CPR, ഫസ്റ്റ് എയ്ഡ് എന്നുള്ളൊരു സാധനമുണ്ട്. അതിന്ന് പലവർക്കും അറിയില്ല. പലർക്കും ചെയ്യാൻ അറിയില്ല, അതെങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ അതിനൊരു ബോധവൽക്കരണ ക്ലാസ് എന്നുള്ള രീതിക്ക് നമ്മുടെ ഗവൺമെന്റിലും അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ എല്ലാ പഞ്ചായത്തുകളിലും അല്ലെങ്കിൽ എല്ലാ ജില്ലകളിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലുകൾ, ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ ഉണ്ടാവും. അങ്ങനെയുള്ളൊരു സംഭവം കൊണ്ടുവന്ന് മറ്റുള്ളവർക്ക് ഒരു ബോധവൽക്കരണ ക്ലാസ് കൊടുത്ത് നമ്മൾ ഫസ്റ്റ് എയ്ഡ് ആയിട്ട് ഒരാൾ മയങ്ങി വീഴുകയാണെങ്കിൽ അദ്ദേഹത്തിന് എന്താ പറയുക, പൾസ് ഇല്ല എന്നുള്ളൊരു സംഭവമാണ് നോക്കുമ്പോൾ വരികയാണെങ്കിൽ പെട്ടെന്ന് അദ്ദേഹത്തിന് CPR കൊടുക്കണം. നമ്മളാൽ കഴിയുന്ന ഫസ്റ്റ് എയ്ഡ്, അതായത് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ച് വാരിക്കൂട്ടി എടുത്ത് എത്തിക്കാൻ നോക്കിയാൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് കിട്ടിയെന്ന് വരില്ല. അപ്പൊ ഈ ഒരു സംഭവത്തെ കുറിച്ചിട്ട് ഇപ്പൊ പാർട്ടി ബേസിലാണെങ്കിലും ഒരുപാട് പഞ്ചായത്ത് തലത്തിലാണെങ്കിലും ഒരുപാട് സ്ഥലത്ത് നമ്മൾ ഒരുപാട് പ്രോഗ്രാംസ് വെക്കുന്നുണ്ട്, ഒരുപാട് പരിപാടികൾ വെക്കുന്നുണ്ട്. ഇതൊന്ന് ആലോചിച്ചിട്ട് നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു 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 ബോധവൽക്കരണ ക്ലാസ് പോലെ ഫസ്റ്റ് എയ്ഡ് ആയിട്ട് ഇതുപോലെ മയങ്ങി വീഴുന്ന ആൾക്ക് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു CPR കൊടുക്കുക, അതിങ്ങനെയാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വിശദീകരിച്ച് മനസ്സിലാക്കി പഠിപ്പിച്ചു കൊടുക്കുക. ഒന്ന് മുൻകൈ എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ഒരുപാട് പേര് രക്ഷപ്പെട്ടു. ഒരു പക്ഷേ ആ CPR കൊടുത്തില്ലെങ്കിൽ ഈ ഒരു വ്യക്തി രക്ഷപ്പെട്ടേനാ. അന്ന് അവർക്ക് ആർക്കും ആ നേരത്ത് ഒരുപക്ഷെ ആ നേരത്ത് വെപ്രാളമായിരിക്കാം, പേടിയായിരിക്കാം, എന്താ സംഭവിച്ചെന്നുള്ളൊരു ആദ്യമായിരിക്കും എല്ലാവരുടെയും മൈൻഡ് ഔട്ടായിരിക്കും. എന്നാലും മാക്സിമം ട്രൈ ചെയ്ത് അറിയുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ പഠിച്ച ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു വിവരമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പെട്ടെന്ന് അത് കൊടുക്കാൻ ശ്രമിക്കും. ഇത് ഈ പറഞ്ഞ പോലെ അറിവുള്ളവർ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ക്ലാസ്സോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം വെക്കുക എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു കാര്യം തന്നെയാണ്.